മെത്രാപ്പോലീത്തയുടെ ആ അതിനിഷ്ഠൂരമായ തീരുമാനത്തിനെതിരെ ഈ ഇടവകയിലെ വിശ്വാസ സമൂഹവും സിറോ മലബാർ സഭയുടെ 55 ലക്ഷം വിശ്വാസികളുടെ ആരാധനാലയമായിട്ടുള്ള ഈ ബസലിക്ക ദേവാലയത്തിൽ തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി 5 ലക്ഷത്തോളം വരുന്ന ഈ അതിരൂപതയിലെ വിശ്വാസ സമൂഹം ഇതിനോടൊപ്പം പിന്തുണച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ ദേവാലയത്തിനുള്ളിൽ പ്രാർത്ഥനാ നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയായിരുന്നു. എന്നാൽ അതിനെ അവഗണിച്ചുകൊണ്ട് ഇന്നലെ മുതൽ പാമ്പ്ളാനി മെത്രാപ്പോലീത്തയുടെ നിർദ്ദേശാനുസരണം ഇവിടുത്തെ 2 വൈദികരുടെ നേതൃത്വത്തിൽ നടത്തിയ ഗുണ്ടായുസത്തിലും പ്രാർത്ഥനാ നിർഭരമായി ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിശ്വാസികൾക്ക് നേരെ ആക്രമണ പരമ്പര ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടുമാണ് നാം ഇന്നിവിടെ സമാധാനപൂർണമായി പ്രാർത്ഥനാ നിർഭരമായ ഒരു അന്തരീക്ഷം ഇവിടെ മെഴുകുതിരി തെളിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ കത്തുള്ള ദീപത്തിനോട് ഈ നാളെ മുതൽ നടക്കുന്ന സിനഡ് കരുണ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇന്ന് സമാധാനപരമായി പ്രതിഷേധിക്കുന്നത്. ഞങ്ങളുടെ തൊട്ട് മറ്റ് പാമ്പ്ളാനിയുടെ വിമത ഗുണ്ടകൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇതിനോടും കൂടി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ് നിങ്ങൾ. പക്ഷേ നിങ്ങളെ ഗുണ്ടാപ്രവർത്തനത്തിന് പ്രേരിപ്പിക്കുന്ന പാമ്പ്ളാനിയെ പോലുള്ള ആൾക്കാരെ ഈ സഭയിൽ ഒരിക്കലും വെച്ചു പുറപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രതിഷേധ കൂട്ടായ്മ ആരംഭിക്കുകയാണ് ഇവിടെ. നമുക്കൊരു പ്രാർത്ഥനാ ഗീതത്തോടുകൂടി നമുക്ക് ഈ പ്രതിഷേധം ഇവിടെ ആരംഭിക്കാം. ദൈവസ്നേഹം നിറയ്ക്കണേ, സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ, സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ, അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ, കേഴുമാത്മാവിനാശ വീശുന്ന മോഹന ദിവ്യ ഗാനമേ, പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ, ദിവ്യകാരുണ്യം എന്നുള്ളിൽ ദൈവസ്നേഹം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സമരത്തിന്റെ ആധികാരികമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബസലിക്ക ഇടവാംഗവും നമ്മുടെ ഈ സമരത്തിന്റെ നേതൃനിരയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് അബ്രാഹിം ഇതിനെന്ത് പ്രിയപ്പെട്ടവരെ, ഈ മാസം 10-ാം തീയതി, അതായത് ഡിസംബർ മാസം 10-ാം തീയതി മുതൽ നമ്മളിവിടെ ഈ ബസലിക്കയ്ക്കുള്ളിൽ ഒരു പ്രാർത്ഥനാ യജ്ഞത്തിലാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും സഭയെ അനുസരിക്കുന്നവർ ഒരു ദേവാലയത്തിനുള്ളിൽ കയറി പ്രാർത്ഥനാ യജ്ഞം നടത്തുന്നത്. അതായത് സഭാ നിയമങ്ങൾ നടപ്പാക്കണമെന്നും പറഞ്ഞു. അതിന്റെ വെളിച്ചത്തിൽ എറണാകുളം മുനിസിപ്പൽ കോടതി 20/12/2025 ഒരു സ്റ്റാറ്റസ് കോ ഓർഡർ, അതായത് ഇതിനകത്തുള്ളവരെ അതേ നിലയിൽ നിലനിർത്തണമെന്നും പറഞ്ഞ് ഇവിടുത്തെ തൽസ്ഥിതി തുടരാൻ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് ലംഘിച്ചാണ് വിമതരെ കൊണ്ട് ഇന്ന് ഞങ്ങളുടെ കറണ്ട് കട്ട് ചെയ്യിച്ചത്. കറണ്ട് കട്ട് ചെയ്യിക്കുക മാത്രമല്ല, ഇനി എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കാനാണ് ഉദ്ദേശമെന്നുള്ളത് നമുക്കറിയില്ല. കാരണം പുറത്തു നിന്നുള്ള ഗുണ്ടകളാണ് അവരുടെ കൂടുതൽ. ഈ ഇടവക്കാരാണ് എന്നും പറഞ്ഞ് നിൽക്കുന്നവര് 5-6 പേരുള്ളൂ. അവരെല്ലാം ഞാൻ അറിയുന്നവരാണ്. ഇവിടെ എന്നെ തടയാൻ നിന്ന ആ ഗേറ്റിന്റെ അവിടെ നിന്നും തടയാൻ നിന്നവർ പോലും ഈ ബസലിക്ക ഇടവക്കാരല്ല. അതോ അവർ കത്തോലിക്കരാണോ എന്ന് തന്നെ എനിക്കൊരു സംശയമുണ്ട്. ഞാൻ അവരെ ആരെയും ഒരു പള്ളിയിലും കണ്ടിട്ടില്ല. ഈ സിനഡ് നാളെ ആരംഭിക്കുകയാണ്. ഈ പരമോന്നത സമിതിയാണ് സീറോ മലബാർ സഭയുടെ ഹോളി സിനഡ് ഓഫ് ബിഷപ്സ്. അത് 6-ാം തീയതി ആരംഭിക്കുന്നു. 49 നമുക്ക് കയ്യിലുള്ള സിനഡിന്റെ ഒരു ഉത്തരവ് കയ്യിലുള്ളത് 49 മെത്രാന്മാർ ഉൾപ്പെട്ട ഒരു ഇടയലേഖനമാണ്, അല്ലെ ഒരു കൽപ്പനയാണ്, അല്ലെ ഒരു ഡിഗ്രിയാണ്. ഇപ്പോൾ പറയുന്നു ഇല്ലിസിറ്റായിട്ട് നമ്മുടെ സഭ പ്രഖ്യാപിച്ച, മാർപ്പാപ്പ ഇല്ലിസിറ്റായിട്ട് പ്രഖ്യാപിച്ച
അല്ലെങ്കിൽ സിനഡിന്റെ തീരുമാനങ്ങൾ അംഗീകരിച്ച മാർപ്പാപ്പയുടെ ഉത്തരവ് നിലവിലുള്ളപ്പോൾ അത് സാധുവാണ് എന്നൊക്കെ പറഞ്ഞ ഓരോ ലേഖനങ്ങളുണ്ട്. ഈ നാളെ വരുന്ന ധ്യാനിക്കുമ്പം അതിനെ നയിക്കുന്നത് സീറോ മലബാർ സഭയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹം 2022 മുതൽ വിമതർക്ക് ഒത്താശയും വിടുപണിയും ചെയ്യുന്ന ആളാണ്. ഈ സഭയുടെ ചരിത്രത്തിലാദ്യമായി ഇവിടെ ലാത്തി ചാർജ് നടത്തിച്ചു 5/5-ന്. 5/5/2020 ലാത്തി ചാർജ് നടത്തിച്ചത് ബസ്സേ കയറ്റി ആളെ കേരളം മുഴുവൻ എറണാകുളം സിറ്റി മുഴുവൻ ചുറ്റിച്ചഞ്ചരിച്ച് മുളകുപാട് കൊണ്ടുപോയിട്ടിട്ടത് ഇന്നേ ദിവസം ഞങ്ങളുടെ കരണ്ട് കട്ട് ചെയ്തിരിക്കുന്നു. ഈ നില തുടർന്നാൽ എന്ത് ചെയ്യണമെന്ന് സെന്നിലുള്ള പിതാക്കന്മാർ ആലോചിക്കുക. ഡെസ്പറേറ്റ് മെൻ വിൽ ഡു ഡെസ്പറേറ്റ് തിങ്സ്. അത് മെത്രാന്മാർക്ക് മനസ്സിലാവണം. PhD ഈ കത്തോലിക്ക യൂണിവേഴ്സിറ്റി നല്ലാതെ ഏതെങ്കിലും നല്ല സബ്ജക്ട് കിട്ടിയിട്ടുള്ളെങ്കിൽ അവർക്ക് മനസ്സിലാവും പറയുന്നത്. ഈ ഡെസ്പറേറ്റ് മെൻ വിൽ ഡു ഡെസ്പറേറ്റ് തിങ്സ്. ഞങ്ങൾ ഡെസ്പറേറ്റ് ആണ്. 50 മാസമായിട്ട് ഞങ്ങൾ ഡെസ്പറേറ്റ് ആണ്. ഞങ്ങളുടെ ശവസംസ്കാര ശുശ്രൂഷകൾക്ക് ആളില്ല. ഞങ്ങളുടെ കൂതാശകൾ നടത്താൻ ആളില്ല. ആരുമില്ല. 50 മാസമായി. 1ഉം 2ഉം അല്ല, 50 മാസമായി. മാർപ്പാപ്പയുടെ ഉത്തരവുണ്ട്, മാർപ്പാപ്പയുടെ കൽപ്പനയുണ്ട്, മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശങ്ങളുണ്ട്, ഉത്തരവുകളുണ്ട്. ഇതെല്ലാം ലഭിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ, അതായത് 10-ാം തീയതി രാവിലെ, അതായത് 11-ാം തീയതി രാവിലെ മാർ പാമ്പ്ളാനിയും മാർ തട്ടിലും വത്തിക്കാനിൽ പോയിരുന്നു. അവിടെ എന്താ സംഭവിച്ചെന്ന് ഇവരെ പുറത്ത് പറയണ്ടേ? അത് പറഞ്ഞാൽ മതി. വത്തിക്കാനിൽ എന്തുത്തരവുണ്ടായി എന്ന് ഈ സിനഡിൽ പറയട്ടെ. ഈ ഹോളി സിനഡ് ഓഫ് ബിഷപ്സ് പറയട്ടെ. ഇവരാണ് ഞങ്ങളുടെ പരമോന്നത സമിതി, ഇവരാണ് ഞങ്ങളുടെ പരമോന്നത സഭ, ഇതാണ് ഞങ്ങളുടെ നിയമനിർമ്മാണ സഭ, ഇതാണ് ഞങ്ങളുടെ പാർലമെന്റ്, ഇതാണ് ഞങ്ങളുടെ അസംബ്ലി. ആ പരമോന്നത നീതിപീഠത്തിലല്ല സഭയിലിരിക്കുന്ന മെത്രാന്മാർ പറയട്ടെ. ആ മെത്രാന്മാരെല്ലാം ഒപ്പിട്ടൊരു കൽപ്പന ഇറക്കട്ടെ. ഞങ്ങള് സഭാവിരുദ്ധരാണെന്ന് പ്രഖ്യാപിക്കട്ടെ. അതാ ഇപ്പൊ പറയുന്നുള്ളൂ. ഇനിയും ഞങ്ങളിവിടെ ഉണ്ടാവുമല്ലോ, നാളെയും നമുക്ക് പറയാം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സമരത്തിന്റെ സവിസ്തരം നമ്മുടെ പ്രിയപ്പെട്ട മത്തായി സാർ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. നമ്മുടെ ഈ ബസലിക്ക ദേവാലയത്തിന്റെ ട്രസ്റ്റി കൂടിയാണ് പ്രിയപ്പെട്ട ജോയ് സാർ. ജോയ് സാറിന്റെ ഒരു ട്രസ്റ്റി എന്ന നിലയിൽ ഒരു മാന്യത ഈ പാമ്പ്ളാനിയോ, ഇവിടുത്തെ മങ്ങാട്ടോ, ഇവിടുത്തെ അസിസ്റ്റന്റ് വികാരിമാരോ, ഇവിടുത്തെ പള്ളിയിലെ ഇപ്പോൾ പാരീഷ് കൌൺസിൽ അംഗങ്ങളെന്ന് പറയുന്നവരെ പോലും അദ്ദേഹത്തോട് ഒരു കൂടിയാലോചന പോലും ഇല്ലാതെയാണ് ഇവിടെ ഈ അക്രമ സംഭവങ്ങൾ എല്ലാം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ പള്ളിയുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രസ്റ്റിയാണ്. അപ്പൊ ആ ട്രസ്റ്റിക്ക് ഇവിടെ നടന്നിട്ടുള്ള ഈ നിഷ്ഠൂരമായ പ്രവർത്തനങ്ങളെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാനുണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുള്ളൂ. പ്രിയപ്പെട്ട മത്തായി സാറ്, ടെൻഷൻ, കുര്യാക്കോസ്, മറ്റ് ക്യാപ്റ്റൻ, മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശ്വാസ സമൂഹമേ, യേശുക്രിസ്തുവിന്റെ പ്രബോധനങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മുടെ സഭ നിലകൊള്ളുന്നത്. യേശുക്രിസ്തു പഠിപ്പിച്ച മനുഷ്യ സ്നേഹവും വിശ്വാസവുമാണ് നമ്മളെ നയിക്കുന്നത്. ആ യേശുക്രിസ്തുവിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനം നടത്തിക്കൊണ്ട് ഈ ബസലിക്ക പള്ളിക്കുള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിശ്വാസ സമൂഹത്തിന്റെ പ്രാർത്ഥന മുടക്കുവാനായി വെള്ളവും വെളിച്ചവും നിഷേധിച്ച ഈ പുരോഹിത സമൂഹത്തിനെതിരെയുള്ള കടുത്ത പ്രതിഷേധമാണ് ഈ സമരമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിക്കുക. മനുഷ്യ സ്നേഹമാണ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. ആ യേശുക്രിസ്തുവിനെ ലജ്ജിപ്പിക്കുന്ന എത്ര കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടത്തിയത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകള്, കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകള് പ്രാർത്ഥനയുമായി ഈ ബസലിക്ക പള്ളിക്കുള്ളിൽ കഴിയുമ്പോൾ അക്കൂട്ടത്തിലെ വൃദ്ധജനങ്ങളുണ്ട്, 90 കഴിഞ്ഞ ആളുകൾ വരെയുണ്ട്. അങ്ങനെയുള്ള ആളുകളെ പ്രാർത്ഥനയുമായിട്ട് കഴിയുമ്പോൾ ആ പള്ളിയിലേക്കുള്ള വൈദ്യുതിയും വെള്ളവും നിഷേധിച്ചിരിക്കുന്നു. മാത്രമല്ല, സമാധാനപരമായി പ്രതിഷേധിക്കുവാനുള്ള നമ്മളുടെ ജനാധിപത്യ അവകാശത്തെ കഴുത്ത് ഞെരിച്ചു കൊല്ലുവാൻ ഏതാനും ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഈ ബസലിക്ക പള്ളിയുടെ ഗേറ്റ് പൂട്ടി വിശ്വാസികളെ അകത്തേക്ക് കടത്തിവിടാതെ തടയുന്ന പോലീസിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ സമരം. ഞാൻ ചോദിക്കുക, ആരാണ് ഇടവകക്കാര്, ആരാണ് ഇടവകക്കാരല്ലാത്തവര് എന്ന്
പോലീസിനെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അത് പോലീസാണോ തീരുമാനിക്കേണ്ടത്? അല്ലെങ്കിൽ തന്നെ ഈ ദേവാലയം ഇടവക അംഗങ്ങൾക്ക് മാത്രമുള്ളതാണോ? ക്രിസ്തുവിന്റെ ദേവാലയം ക്രൈസ്തവനും അക്രൈസ്തവനും ഒരുപോലെ പ്രവേശനം അനുവദിക്കുന്ന പരിപാവനമായ ഒരു ദേവാലയമാണ്. അവിടെ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഹൈന്ദവനെന്നോ ഇല്ല. നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് ആശ്വാസവും തണലുമേകുന്ന ഈ ദേവാലയത്തിലേക്ക് വിശ്വാസികളെ തടയാൻ പോലീസ് കൂട്ടുനിന്നത്. അതിന് ഏതാനും ചില വിമതര് ഒത്താശ ചെയ്തത് ഈ ക്രൈസ്തവ വിശ്വാസത്തെ തന്നെ കോടാലി വെക്കുന്ന പ്രവൃത്തിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവരാണോ ഇവിടുത്തെ ഇടവാങ്ങളെ തീരുമാനിക്കുന്നത്? ഇവരെ അടിച്ചോടിക്കേണ്ടതിന് പകരം ഇവരെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ദാസ്യവേല ചെയ്യുന്ന ഈ പോലീസ് നാളെ ഇതിന് നിയമത്തിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി അതിരൂപതയിലെ ധീരരായിട്ടുള്ള മാർത്തോമ സഭാമക്കളെ സ്വന്തം വിശ്വാസത്തിനു വേണ്ടി ജീവൻ പോലും വെടിയാൻ സന്നദ്ധമായിട്ട് ഈ വൈകിയ സായാഹ്നത്തില് എത്തിച്ചേർന്നിരിക്കുന്ന ധീരരായ വിശ്വാസ ജനമേ, ഈ അരമനയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ സായാഹ്നത്തിൽ ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, പാമ്പ്ളാനി പണ്ട് നമുക്ക് റഷ്യൻ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തില് എല്ലാ തിന്മകളും നിറഞ്ഞാടുമ്പോൾ ഒരു സന്യാസി വര്യനുണ്ടായിരുന്നു. ആ സന്യാസി വര്യനായിരുന്നു സാർ ചക്രവർത്തിമാരെ മുഴുവൻ എല്ലാ തിന്മകളിൽ നിന്നും തിന്മകൾക്ക് കാരണമായിട്ടുള്ള പല നടപടികൾ എടുത്തിച്ചുകൊണ്ടിരുന്നത്. സാർ ചക്രവർത്തിയുടെ ഭാര്യയെ പോലും വെച്ചുകൊണ്ടിരുന്നത് ആ സന്യാസി വര്യനായിരുന്നു പറയപ്പെടുന്നു. ഞാൻ പറയുന്നു, ആ സന്യാസി വര്യനായിട്ടുള്ള റസ്പുട്ടിൻ, ആ റസ്പുട്ടിനേക്കാൾ തിന്മ നിറഞ്ഞവനാണ് നിങ്ങൾ പാമ്പ്ളാനി എന്ന് ഉറക്കെ പറയുവാൻ വിശ്വാസ തീഷ്ണതയോടെ ഞങ്ങൾ ഈ അതിരൂപതയിലെ 5.5 ലക്ഷം വരുന്ന ജനങ്ങൾ വന്ന് ഇവിടെ നിന്ന് ഉറക്കെ ശബ്ദിച്ചാൽ ദുഷ്ടലാക്കൂടെ പ്രവർത്തിക്കുന്ന അരമനയും അരമനയിലെ കൂരിയെയും ഒരൊറ്റ ശബ്ദത്തിൽ ഞങ്ങൾ ശബ്ദിച്ചാൽ ഇടിഞ്ഞു താഴെ വീഴുന്നതാണ്. ഞങ്ങളുടെ ദൈവത്തിന്റെ മുമ്പിൽ ഞങ്ങളുടെ സമർപ്പണത്തെ വില കുറച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ സിനഡ് പിതാക്കന്മാരെ നിങ്ങൾക്ക് തെറ്റി. സിനഡ് പിതാക്കന്മാരെ, നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും തിന്മ നിറഞ്ഞ ഒരു പാമ്പ്ളാനിയെ എറണാകുളം അതിരൂപതയിലേക്ക് വിട്ടു? നിങ്ങൾ ഓർക്കണം, എറണാകുളം അതിരൂപതയുടെ ഈ അരമന കൈയടക്കിക്കൊണ്ട് ദുഷ്ടപിശാചുക്കളായിട്ടുള്ള കുറെ അച്ഛന്മാർ ഇതിന്റെ മുന്നിൽ നാം കണ്ടതാണ് പിടിച്ചടക്കുകയും അരമനയ്ക്കകം ദിവസങ്ങളോളം വാഴുകയും ഒരു ഞായറാഴ്ച രാവിലെ കുർബാന ചൊല്ലണമെന്ന് പറഞ്ഞ് ഒരു ആഭാസ കുർബാന കാലത്ത് കക്കൂസിൽ പോയിട്ട് കുതം പോലും കഴുകാതെ വൃത്തികെട്ട തരത്തില് അശുദ്ധിയോടുകൂടി ഇവിടെ പ്രവർത്തിച്ച് ഇവിടെ കുർബാന ചൊല്ലിയ വൃത്തികെട്ട പുരോഹിതന്മാർക്കെതിരെ നടപടിയെടുക്കുമെന്നും പറഞ്ഞു വന്ന റസ്പുട്ടിൻ പാമ്പ്ളാനി, നിങ്ങൾ എന്ത് നടപടിയെടുത്തു ഞങ്ങൾക്കറിയണം. ഓരോ ഘട്ടത്തിലും തിന്മയുടെ ഓരോ ഘട്ടത്തിലും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്താണ് വേണ്ടത്? പ്രസാദഗിരിയിൽ നാം എന്താണ് വേണ്ടത്? പാവപ്പെട്ട വന്യവയോധികനായിട്ടുള്ള ഒരു പുരോഹിതൻ അവിടെ നിങ്ങൾ നിയമിച്ചിട്ട് അവിടെ ചെന്ന് കുർബാന ചെല്ലാൻ ചെന്നപ്പോൾ എന്താണ് കണ്ടത്? ആ മനുഷ്യനെ ഉന്തിയിട്ട് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അതിനെ പോലും കുടപിടിച്ചുകൊണ്ട് ചെറിയ പാലത്തിക്കെന്ന് വിളിക്കുന്ന ഒരു കഥയെ സംരക്ഷിച്ചുകൊണ്ട് കേൾക്കുന്നു ഇല്ലേ? അതുപോലെ ഈ നമ്മുടെ ബസിലിക്കയിൽ നിന്നും മണവാളെന്ന് വിളിക്കുന്ന നെറികെട്ട ഒരു പുരോഹിതനെ പുറത്തിറക്കുന്ന കാര്യത്തില് സഭയുടെ കാനോനിക നിയമങ്ങൾ വെച്ചിട്ട് അവിടുത്തെ നമ്മളുടെ സഭാ കോടതി നിയമനങ്ങളുണ്ടായി. അവിടുത്തെ കത്തുപ്രകാരം അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് പാമ്പാടി അച്ഛൻ ഇവിടെ നമ്മൾ കത്തുകൾ നൽകിയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അപ്പോഴും അയാളെ ഇറക്കി വിടാതെ നിങ്ങൾ സംരക്ഷിച്ചു. ഓരോ ഘട്ടത്തിലും നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. മാത്രമോ, എന്താണ് മാർഗരേഖ? എല്ലാ തിന്മയുടെയും മഹത്തായ ഒരു സന്ദേശം നൽകുന്ന ഒരു സംഗതിയാണ് മാർഗരേഖ. നിങ്ങൾ പ്രിയപ്പെട്ട നവപുരോഹിതന്മാരെ, നിങ്ങൾ ഒരു കത്ത് തന്നാൽ നിങ്ങൾക്ക് സഭ പൗരസ്ത്യ സംഘം പറഞ്ഞിരുന്നു, സഭ പുതിയതായിട്ട് എടുക്കുന്ന എല്ലാ നവപുരോഹിതന്മാരും സഭയുടെ ഈ കുർബാന ചൊല്ലാൻ പാടുള്ളൂ എന്ന്. അതിന് ധിക്കരിക്കാം, ഒരു കത്ത് തന്നാൽ മതി പോരെ.
നിങ്ങൾക്ക് ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും മാത്രം 3 മണി കഴിഞ്ഞ് ഒരു കുർബാന തരാൻ പാകത്തില് ടൈം ഷെഡ്യൂൾ ചെയ്തു. ഈ നാണംകെട്ട പാമ്പ്ളാനി സിനഡ് പിതാക്കന്മാരെ, നിങ്ങൾ എന്തിനാണ് ഇയാളെ കയറൂട്ടി വിട്ടിരിക്കുന്നത്? ഞങ്ങൾ വെറുതെ ഇരിക്കുകയില്ല. ഞങ്ങൾ ക്രിസ്തീയ മക്കളായതുകൊണ്ട് ക്ഷമയുടെ നെല്ലിപ്പലിവ എന്നും എന്നും കാത്തു സൂക്ഷിക്കുമെന്ന് ധരിക്കണ്ട. ഞങ്ങള് ഒരു പക്ഷേ ഞങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പലക തകർന്നാൽ സിനഡ് പിതാക്കന്മാരെ ഞങ്ങൾ മൗണ്ടിലേക്ക് ഞങ്ങൾ ഇരച്ചു കയറും. നിങ്ങളെല്ലാവരും കഴിക്കുന്ന ഓരോ ഭക്ഷണവും, ഓരോ അരിയുടെ ഓരോ മണിയും, അതെല്ലാം നിങ്ങൾ കഴിക്കും. നിങ്ങൾ സുഖജീവിതം കഴിക്കാൻ ജനുവരിയിൽ ഇപ്പോ എന്താണ് നമ്മളുടെ ഒരു പുതുവർഷം വന്നിരിക്കുന്നു. 6-ാം തീയതി എന്താണ് സിനഡ് കൂടാൻ പോകുന്നു. എന്തോന്ന് സിനഡ്? പുതുവർഷം ആഘോഷിക്കാൻ വന്നിരിക്കുന്നതാണോ സിനഡാക്കന്മാരെ? അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കണം. ഈ സിനഡ് കഴിയുമ്പോൾ തെളിയിക്കണം. സീറോ മലബാർ സഭയുടെ എറണാകുളം അതിരൂപത മാത്രം ഇങ്ങനെ തെമ്മാടിത്തരത്തിലോടുകൂടെ കുറെ വൈദികർക്കും കുറെ അവിടെ പണം മേടിച്ചുകൊണ്ട് തെമ്മാടിത്തരം ചെയ്യുന്ന കുറെ അൽമായുധപ്പുണ്ട്. അവിടെ എത്ര പേരുണ്ട് എണ്ണി നോക്ക്. അവിടെ എത്ര പേരാണ് നിങ്ങൾ എണ്ണി നോക്കുക. അതാണ് കാശ് മേടിച്ചുകൊണ്ട് നിൽക്കുന്ന കുറെ തെമ്മാടികളായിട്ടുള്ള അൽമാര് നിൽക്കുന്നുണ്ട്. അതുപോലെ ഈ സഭയുടെ ആസ്ഥാന ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനിരിക്കുന്ന ഞങ്ങൾക്ക് സംരക്ഷണം തരേണ്ട പോലീസ്, അവർ പണം മേടിച്ചുകൊണ്ട് അവർക്ക് സംരക്ഷണം നിൽക്കുന്നുണ്ട്. കാശ് വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന പോലീസാണ്. പോലീസെ, നിങ്ങൾ ഓർക്കണം, ഞങ്ങൾ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ഓർക്കണം, വിശ്വാസമാണ്. നിങ്ങൾ തൊട്ട് കളിക്കണ്ട. വിശ്വാസത്തിൽ തൊട്ട് കളിക്കാൻ ആരും ധൈര്യപ്പെടണ്ട. അത് ഓർക്കണം. ഞങ്ങൾ ശാന്തശീലരാണെന്ന് വിചാരിച്ച് ഞങ്ങളുടെ പള്ളികളിൽ കയ്യേറിക്കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന മുടക്കുമെങ്കിൽ പോലീസെ, നിങ്ങൾ ഓർക്കണം, വിശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ ജീവൻ ത്യജിക്കാനും തയ്യാറാണ്. നിങ്ങൾ പണം മേടിച്ചുകൊണ്ട് വിടുപണി ചെയ്യാൻ നിൽക്കരുത്. നിയമത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ലാത്തിയും നിങ്ങളുടെ നാവും ഉപയോഗിക്കേണ്ടത് സത്യത്തിന് വേണ്ടിയാണ്, ഞങ്ങളെ പാവപ്പെട്ട മനുഷ്യരെ തല്ലാനല്ല. ഓർക്കണം, നിങ്ങൾ പണം മേടിച്ചുകൊണ്ട് നിൽക്കുന്ന പോലീസേ, നിങ്ങൾ ഓർക്കണം, ഞങ്ങളുടെ കയ്യിലും അധികാരങ്ങൾ വരും. ഈ കാണുന്ന സിനഡിലെ മെത്രാമാരും റാഫേൽ തട്ടിൽ എന്ന് വിളിക്കുന്ന പോടനും ഒക്കെ ഇറങ്ങിപ്പോകും. ഈ പോടനൊക്കെ ഇറങ്ങിപ്പോകും. ഈ മന്ദബുദ്ധി ഇറങ്ങിപ്പോകും. അന്നേരം ഞങ്ങൾ വരും. ഞങ്ങൾ ഒറ്റ ശക്തിയായിട്ട് വന്ന് നിങ്ങളോട് ഞങ്ങൾ ചിലത് ചോദിക്കും. അത് ഓർത്തുകൊള്ളുക പോലീസെ. തൽക്കാലം ഇത്രയും. ഈ സന്ദേശം നിങ്ങൾ എല്ലാവരും ഈ ലോകം മുഴുവൻ അറിയണം. ഈ സഭയിൽ നടക്കുന്ന, എറണാകുളത്തിൽ നടക്കുന്ന ഈ തെമ്മാടിത്തരങ്ങളും ഈ പേക്കൂത്തുകളും ഈ റസ്പുട്ടൻ കാണിക്കുന്ന ഈ പേക്കൂത്തും, അറിയാത്ത മട്ടിലിരിക്കുന്ന ഈ പാമ്പ്ളാനി ഈ തട്ടിലും ഈ ഒരുമിച്ച് കഴിക്കുന്ന ഈ രണ്ടുപേരും ചെയ്യുന്ന തിന്മകൾ ലോകം മുഴുവൻ അറിയട്ടെ. പോയല്ലോ, റോമിൽ പോയിട്ട് എന്തൊക്കെ പ്രസംഗിച്ചിട്ട് വന്നിട്ടുണ്ട്. അവിടുന്ന് എന്തോ കിട്ടിയിട്ടുണ്ട്, പുറത്ത് പറയുന്നില്ല. ആയിക്കൊള്ളട്ടെ, ഞങ്ങൾ എന്തെല്ലാം നേരിട്ടാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടാലും ഞങ്ങൾ മരണത്തെ വരെ ഭരിക്കാൻ തയ്യാറായിക്കൊണ്ട് ഇനിയും നിങ്ങളോട് തീർന്നില്ല. കൂരിയയിലെ കള്ള അച്ഛന്മാരെ ഓർത്തുകൊള്ളുക. ഞങ്ങൾ ഇതിലും ഇരട്ടി ശക്തിയായിട്ട് ഇനിയും തിളച്ചു പറഞ്ഞുകൊണ്ട് വരും. നിങ്ങൾ ആരും അതുകൊണ്ട് ഞങ്ങൾ പിന്നോട്ട് പോയി വിചാരിക്കണ്ട. പോലീസിനെയും കുറെ ഗുണ്ടകളെയും കണ്ടോണ്ട് ഞങ്ങൾ പിന്നോട്ട് പോയി വിചാരിക്കണ്ട. അത് ഓർത്തുകൊള്ളുക. ഇതൊരു വാണിംഗ് ആയിട്ട് ഞങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവരും ഈ സായനത്തിൽ വന്നതിൽ വലിയ സന്തോഷം. ഞാൻ നിർത്തുന്നു. ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയ സ്നേഹം നിറയ്ക്കണേ. ആത്മാവേ നീളും നൽകി പരണമേ എന്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. അന്ധകാരമേറുന്ന
സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ അന്ധകാരവിരിപ്പു മാറ്റിടും സ്വന്തമേറുന്ന ദൈവമേ കേളുവാവിലാശ വീശുന്ന പരിശുദ്ധാത്മാവേ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ കേളുവാത്മാവിലാശ വീശുന്ന മോഹനാദിവ്യസ്ഥാനമേ പരിശുദ്ധാത്മാവേ നീ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വർദ്ധിക്കുന്നതായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെയും